ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിനു മുമ്പേ എനിക്കൊരു സങ്കടം പറയാനുള്ളത്, എൻ്റെ വീഡിയോസ് കുറേ പേര് കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരും വീഡിയോയും കാണുന്നുണ്ട്, എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ലൈക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, വീഡിയോ കാണണം എല്ലാവരും. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം കൊണ്ടുള്ള ടിപ്സുകൾ കാണിക്കുന്നുണ്ട്, അല്ലാതെ വേറെ ടിപ്സുകൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഉജാല ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ കഞ്ഞിവെള്ളം ഉജാലയും നല്ലൊരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നല്ലതുപോലെ ഒന്ന് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചായ കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആ സെറാമിക് കപ്പുകളുണ്ടല്ലോ, ഇത് ചായ കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ കപ്പുകൾ നല്ലതുപോലെ കുറേ നാൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അകമൊക്കെ കറുവല് പിടിച്ച് വൃത്തിയില്ലാതാവാറുണ്ട്, അതിൻ്റെ നിറമൊക്കെ മങ്ങിപ്പോവാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉജാല കഞ്ഞിവെള്ളത്തിൽ വീഴ്ത്തിയ ശേഷം നമ്മൾ ഇതുപോലെ മുക്കി വെക്കുകയാണെങ്കിൽ അത് നല്ലതുപോലെ അതിൻ്റെ കറ എല്ലാം പോയി കിട്ടും. അത് മാത്രമല്ല, ഇത് വൃത്തിയാക്കാനുള്ള നല്ലൊരു ടിപ്സും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ വീട്ടിലുള്ള കൂജയുടെ ഒരു അടപ്പാണ് കേട്ടോ. അത് പൊട്ടിപ്പോയതുകൊണ്ട് ഞാൻ പുതിയത് വാങ്ങിച്ചുകൊണ്ട് ഇത് കളയാതെ വച്ചിരുന്നു. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം, അതിൻ്റെ ആ ഒരു പൊടി ഒന്ന് നല്ലതുപോലെ ഇളക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് ആ ഒരു ഇത് വെച്ച് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പൊടി കൊണ്ട് നമ്മൾ ഇതുപോലത്തെ പാത്രങ്ങൾ കഴുകുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആ കറയും അതുപോലെ തന്നെ ആ നല്ലതുപോലെ നിറം കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പൊടി നല്ലതുപോലെ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കപ്പ്, ഞാൻ ഉജാല വെള്ളത്തിലിട്ടിരുന്ന കപ്പാണ്, അതിൻ്റെ അകത്ത് നമുക്ക് ചെറിയ കറയൊക്കെ ഉണ്ടെങ്കിൽ ഇതുകൊണ്ടൊന്ന് നമ്മൾ കൈ കൊണ്ട് തേച്ചാൽ മതി കേട്ടോ. നമ്മൾ അതിൽ സ്ക്രബ്ബറോ ഒന്നും ഉപയോഗിക്കേണ്ട, ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് തേച്ചാൽ മതി, പെട്ടെന്ന് തന്നെ ആ കറ എല്ലാം പോയി കിട്ടും. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ മൺപാത്രങ്ങളൊക്കെ പൊട്ടി വരുമ്പോൾ അതിൻ്റെ ആ ഒരു തുണ്ടൊക്കെ കളയാതെ വച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ച് എടുത്ത ശേഷം നമുക്കിതുപോലെ പാത്രങ്ങളൊക്കെ തേക്കുകയാണെങ്കിൽ, ഈ പാത്രങ്ങൾ മാത്രമല്ല കേട്ടോ, വിളക്കുകളൊക്കെ ഉപയോഗിക്കുന്നവർ കാണുമല്ലോ, അപ്പോൾ അതൊക്കെ തേക്കാൻ വേണ്ടി നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇവിടെ അതിൻ്റെ പുറവും അകവും എല്ലാം നല്ലതുപോലെ തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ കഴുകുമ്പോൾ തന്നെ അത് കപ്പ് കണ്ടപ്പോൾ തന്നെ അറിയാം, നല്ലതുപോലെ വെളുത്തിട്ടുണ്ട്, നമ്മൾ പുതിയ കപ്പ് വാങ്ങിക്കുന്നത് പോലെയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, നല്ലൊരു ടിപ്സാണ് കേട്ടോ. ഇനി കഞ്ഞിവെള്ളം കൊണ്ടുള്ള അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന തോർത്തൊക്കെ നമ്മൾ കുറേ ദിവസമൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ നിറയെ കരപ്പനും അതുപോലെ തന്നെ അഴുക്കൊക്കെ പിടിച്ച് പോവാതെ വരും. അത് പെട്ടെന്ന് പോകാനുള്ള നല്ല ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളത്തിലേക്ക് കുറച്ച് ഉജാലയും അതുപോലെ തന്നെ കുറച്ച് ഷാമ്പൂവും ചേർത്ത് കൊടുക്കുകയാണ്. ഷാമ്പൂവിന് പകരം സോപ്പ് പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്ത ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന തോർത്തായാലും തുണിയായാലും ഇതിലേക്ക് ഒന്ന് മുക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല കറുത്ത് പോയി നല്ല അഴുക്കൊക്കെ പറ്റി അത് പോവാത്ത രീതിയിലുള്ള അഴുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മുക്കി വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം, നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നല്ലതുപോലെ മുക്കി വെച്ച ശേഷം നമ്മൾ അതിനെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അത് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് വരെ ഒന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. അതിനെ ഒന്ന് എന്തെങ്കിലും വെച്ച് ഒന്ന് നല്ലതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ ഒന്ന് മുക്കി അതിൽ വെച്ച് കൊടുക്കണം, അപ്പോഴതിൻ്റെ അഴുക്ക് എല്ലാം ഇളകി കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പം നല്ല ചൂടാറിയിട്ടില്ല എങ്കിലും നമ്മൾ നല്ലപോലെ ചൂടാറിയ ശേഷം ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഞെരടി കൊടുക്കുക കേട്ടോ. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് നനച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ തോർത്തിവിടെ നല്ലതുപോലെ നനച്ചെടുത്തിട്ട് വന്നതാണ്. അപ്പോൾ നല്ലതുപോലെ വെളുത്തിട്ടുണ്ട്, ആ ഒരു കറുപ്പെല്ലാം മാറിയിട്ടുണ്ട് കണ്ടോ. നമ്മൾ തോർത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഇനി ഉണക്കിയെടുത്താൽ മതി കേട്ടോ. നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇത്. ഇനി അടുത്ത കഞ്ഞിവെള്ളം കൊണ്ടുള്ള ടിപ്സ് കണ്ടാലോ. നമ്മൾ തലമുടിയൊക്കെ വളരാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ലൊരു ഇതാണ് കേട്ടോ കഞ്ഞിവെള്ളം. അപ്പോൾ കഞ്ഞിവെള്ളം ഇത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്. അപ്പോൾ നല്ല പുളിച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറ്റാർ വാഴ നല്ലതുപോലെ ഒന്ന് അതിൻ്റെ ജെല്ലെടുത്ത് അരച്ച ശേഷം നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട്
നമ്മൾ തലയിൽ തേക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയൊക്കെ എത്ര വളരാത്ത മുടി നല്ലതുപോലെ വളർന്ന് കിട്ടും. അതുമാത്രമല്ല താരനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമൊക്കെ തലയിൽ തേക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ ചിക്കനും മട്ടനൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് നല്ലതുപോലെ ഐസായി പെട്ടെന്ന് ഇളകി വരാതാവുമല്ലോ. അപ്പം നമ്മൾ അതിൽ പെട്ടെന്ന് അത് ഇളകി കിട്ടാൻ വേണ്ടിയുള്ള നല്ലൊരു ടിപ്സാണ്. നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പായാലും പൊടി ഉപ്പായാലും കുഴപ്പമില്ല കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി പെട്ടെന്ന് ഐസ് മാറി കിട്ടാൻ വേണ്ടി നമ്മളിതിലേക്ക് കുറച്ച് ചെറു ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഐസൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. വളരെ എളുപ്പത്തിൽ തന്നെ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഐസ് കട്ട എല്ലാം മാറ്റി നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ലൊരു ടിപ്സാണ്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ കഴുകിയൊക്കെ വൃത്തിയാക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ നല്ലൊരു സ്മെല്ല് വരാറുണ്ടല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് കാപ്പിപ്പൊടി എടുത്ത് നമ്മൾ കയ്യിലേക്ക് തേച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ എത്ര മീനിൻ്റെ സ്മെല്ലായാലും അതുപോലെ തന്നെ നമ്മൾ ചിക്കനും മട്ടനൊക്കെ ഉള്ള സ്മെല്ലായാലും നമുക്കത് പോയി കിട്ടും കേട്ടോ. നല്ലൊരു ടിപ്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ സ്ഥിരമായിട്ട് ഗ്യാസൊക്കെ ഉപയോഗിക്കുന്നവരാണ് എല്ലാവരും. അപ്പോൾ പഴയ ലൈറ്ററൊക്കെ ആണെങ്കിൽ നമുക്ക് കത്തിക്കുമ്പോൾ അത് പെട്ടെന്ന് കത്താതെ വരും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മളത് ഉപയോഗിക്കാതെ കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങനെ ചെയ്യേണ്ട കേട്ടോ. നമ്മൾ ഇതുപോലെ കത്താത്ത ലൈറ്റർ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ആ ഒരു മൂട് ഭാഗം ഒന്ന് ആ ഒരു കൈവെള്ളയിൽ വെച്ച് ഇതുപോലെ ഒരു 3-4 പ്രാവശ്യം ഒന്ന് അടിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കത്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്യാസ് കത്തിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നല്ല നല്ല ടിപ്സുകളാണ്. എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സുകളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മളെ വീട്ടിലൊക്കെ രാത്രി കിടക്കാൻ നേരത്തൊക്കെ നമ്മൾ സിങ്കൊക്കെ നല്ലതുപോലെ വൃത്തിയാക്കിയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ ആ സിങ്കിലേക്ക് ഒരു കർപ്പൂരം ഇട്ടിട്ട് കിടക്കുകയാണെങ്കിൽ രാത്രി സിങ്കിലൊക്കെ പല്ലിയും പാറ്റയൊക്കെ വരുന്നത് തടയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.